എല്ലാവർക്കും സെമീനാസ് കുക്കറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ഓറഞ്ച് കേക്കാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ഓവണോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യാതെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ചുരണ്ടി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഈ സൈസിലുള്ള ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. നമുക്കൊരു സ്ലൈസർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ തൊലി ഒന്ന് ചുരണ്ടി എടുക്കാം. അപ്പോൾ ഇങ്ങനെ ചുരണ്ടി എടുക്കുന്ന സമയത്ത് അതിൻ്റെ വൈറ്റ് പാർട്സ് ഒന്നും എടുക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ കയ്പ്പ് വരും കേക്കിന്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഓറഞ്ച് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇനി ഇത് മിക്സിയിൽ വെള്ളം ചേർക്കാതെ അങ്ങനെ അടിച്ചെടുക്കാം, അതല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് തന്നെ സ്ക്യൂസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കൈകൊണ്ട് സ്ക്യൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 1/4 കപ്പിനേക്കാളും കുറച്ച് മുകളിലായിട്ട് എനിക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ 2-3 പ്രാവശ്യം വേണമെങ്കിൽ അരിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരക്ക് പകരം പൊടിച്ച പഞ്ചസാര വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി മുട്ടയും പഞ്ചസാരയും ഇതിൻ്റെ കളർ മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കളറൊക്കെ മാറി വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് ഓയിലാണ് ചേർക്കുന്നത്. ഓയിലിന് പകരം ബട്ടർ ചേർക്കാവുന്നതാണ്. ഉരുക്കിയ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഓറഞ്ചിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഓറഞ്ചിൻ്റെ തൊലിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ച പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം പൊടിയുടെ പകുതിയാണ് ചേർക്കേണ്ടത്. എന്നിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള പൊടി കൂടെ ചേർത്തിട്ട് വീണ്ടും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററായിട്ട് എടുക്കണം. അപ്പോൾ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കിന് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു പിഞ്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഓറഞ്ച് ഫുഡ് കളറാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഇത് ഫോട്ടോ എടുക്കാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം കേക്ക് മോൾഡ് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ചുകൂടി ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാന് 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വൈറ്റ് സ്റ്റാൻഡ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. കേക്ക് മോൾഡ് നേരിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കേക്ക് മോൾഡ് വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 35 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതാ 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി കേക്ക് വെന്തോ എന്ന് നോക്കാനായിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല സ്പഞ്ചി ആയിട്ടുള്ള ഓറഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണിത്.
എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എടുത്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക്